ട്രംപിന് ഇതുപോലൊരു തിരിച്ചടി ഇനി കിട്ടാനുണ്ട് എന്ന് തോന്നുന്നില്ല. തീരുവകൂട്ടി ഇന്ത്യക്ക് പണി കൊടുത്തുകൊണ്ടിരുന്ന ട്രംപ് കരുതിയിരുന്നത് എല്ലാവരും താൻ പറയുന്നത് അനുസരിക്കുമെന്നായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഇന്ത്യക്കെതിരെ കടുത്ത നടപടി വേണമെന്ന അമേരിക്കയുടെ തിട്ടൂരമെടുത്ത് മെഡിറ്ററേനിയൻ കടലിൽ ഇട്ടിരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ കടുത്ത തീരുവ ചുമത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആഹ്വാനം ചെയ്തപ്പോൾ അതിനെ പൂർണ്ണമായും നിരാകരിച്ചും തള്ളിപ്പറഞ്ഞും രംഗത്തെത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഫിൻലൻഡ് എന്ന രാഷ്ട്രമാണ്. ഇന്ത്യക്ക് മേൽ തീരുവ കൂട്ടാനല്ല, തീരുവ കുറയ്ക്കാനും അതുവഴി മെച്ചപ്പെട്ട വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനുമാണ് ശ്രമിക്കുന്നതെന്നാണ് ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രി എലീന വോൾട്ടനിൻ മറുപടി നൽകിയത്. അമേരിക്കയുടെ പാത പിന്തുടർന്ന് ഇന്ത്യക്ക് മേൽ യൂറോപ്യൻ യൂണിയനും G7 രാഷ്ട്രങ്ങളും നാറ്റോയും 100% ഇറക്കുമതി തീരുവ ചുമത്തണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 3 കൂട്ടായ്മകളും ട്രംപിന്റെ ആവശ്യം തള്ളി. ഇന്ത്യയുമായി യൂറോപ്യൻ യൂണിയന്റെ വ്യാപാര കരാർ ഈ വർഷം തന്നെ യാഥാർത്ഥ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോൺ ഡെർ ലേയനും പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യക്കൊപ്പമാണ് എന്ന പ്രസ്താവനയുമായി ഫിൻലൻഡും രംഗത്തെത്തിയത്. താരിഫുകൾ കുറയ്ക്കാനും ഇന്ത്യയുമായി നയതന്ത്ര വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താനുമാണ് ഫിൻലൻഡ് ആലോചിക്കുന്നത് എന്നാണ് എലീന വോൾട്ടനിൻ പറഞ്ഞത്. ഫിൻലൻഡിനും യൂറോപ്പിനും സ്വന്തമായ ഉപരോധ പദ്ധതി നിലവിലുണ്ട്. അങ്ങനെ താരിഫ് ഏർപ്പെടുത്തേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് മറ്റു രാഷ്ട്രങ്ങൾക്കെതിരെയല്ല, റഷ്യക്കെതിരെ തന്നെ നേരിട്ട് ചുമത്തുമെന്ന് കൂടി എലീന വ്യക്തമാക്കുന്നുണ്ട്. റഷ്യ ഉക്രൈനിൽ നടത്തുന്ന യുദ്ധത്തിന്റെ പേരിലാണ് താരിഫ് ഏർപ്പെടുത്തേണ്ടത് എങ്കിൽ അവിടെ യൂറോപ്പിന് വേറെ ചില പ്ലാനുകളുണ്ട്. റഷ്യൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. യൂറോപ്പിന്റെ ഈ നീക്കത്തിൽ ഇന്ത്യയും പങ്കുചേരണമെന്നും എലീന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ സൂപ്പർ പവറാണ് എന്നും റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്നും ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റെമ്പും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. ഇതിനുദാഹരണമായി സ്റ്റെമ്പ് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്: ഒരേ ദിശയിൽ നീങ്ങുന്ന ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ തീർച്ചയായും യുദ്ധത്തിന് റഷ്യക്ക് സാമ്പത്തിക ആശ്വാസമാകുന്നുണ്ട്. അതേസമയം ഇന്ത്യ കാലങ്ങളായി യൂറോപ്പിന്റെയും അമേരിക്കയുടെയും സുഹൃത്താണ് എന്നും വൻ സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയുമായി വ്യാപാര ബന്ധം ശക്തമാക്കാനാണ് ശ്രമമെന്നും സ്റ്റെമ്പ് വ്യക്തമാക്കി. ഇന്ത്യക്ക് മേൽ 25% ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച ട്രംപ് ഇതിനു പുറമെ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ശിക്ഷയായി 25% കൂടി ചുമത്തി മൊത്തം 50% ആക്കിയിരുന്നു. നിലവിൽ US ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന 2 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ട്രംപുമായി കടുത്ത ഭിന്നതയിലുള്ള ബ്രസീലിനും 50% ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടെ ഏറെക്കാലം ട്രംപിന്റെ വിശ്വസ്തനായിരുന്ന ജോൺ ബോൾട്ടൺ ഇന്ത്യക്കെതിരെ US ചുമത്തിയ തീരുവയെ വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തു. തീരുവ ചുമത്തിയതിലൂടെ അമേരിക്കൻ പ്രസിഡന്റിന് തങ്ങൾക്ക് കിട്ടേണ്ട വലിയൊരു സ്ട്രാറ്റജിക് ചിത്രമാണ് നഷ്ടപ്പെടുത്തിയത് എന്നും ജോൺ ബോൾട്ടൺ കുറ്റപ്പെടുത്തി. ചില ഉദാഹരണങ്ങൾ കൂടി ബോൾട്ടൺ മുന്നോട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇന്ത്യക്കെതിരെ മാത്രം തീരുവ ചുമത്തുന്നതിന്റെ സാങ്കത്യം കുറ്റപ്പെടുത്തുന്നതിലാണ്. ചൈനയ്ക്കോ റഷ്യയ്ക്കോ എതിരെ തീരുവ ചുമത്താതെ ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തിയത് എന്തായാലും അത്ര നിഷ്കളങ്കമല്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബോൾട്ടൺ ട്രംപിനെതിരെ നടത്തിയ വിമർശനങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ഇറാൻ മൂളികളാൽ സമ്പന്നമാണ് അമേരിക്കയെന്ന് ബോൾട്ടൺ കുറ്റപ്പെടുത്തുന്നു. യെസ് മാൻ യെസ് വിമൺ എന്ന പുകഴ്ത്തലുകളിൽ അഭിരമിക്കുന്ന ആളായാണ് ട്രംപിനെ ബോൾട്ടൺ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ സ്വാഭാവികതയിൽ നിന്നുള്ള വ്യതിചലനമാണ് ട്രംപ് തന്റെ ഭരണത്തിൽ നടപ്പാക്കുന്നത് എന്നും ബോൾട്ടൺ വ്യക്തമാക്കി. 1ാം ട്രംപ് സർക്കാരിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചയാളാണ് ഈ ജോൺ ബോൾട്ടൺ എന്നുകൂടി അറിയാം.